വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. പ്രസിഡന്റ് ശ്രീ പാലോട് രവി അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. 10:09 കൊടുത്തിട്ട് എത്ര മണിക്കാണ് തന്നത്? സമരനായകൻ അവിടെ നിന്ന് മാറി ഒതുങ്ങി ഇങ്ങോട്ട് പുറകോട്ട് മാറിയത് എന്ത് ഭംഗിയായിട്ട് ഈ സമരത്തിൽ പ്രതികരണത്തിച്ചെത്തിയിട്ടുള്ള കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള കർഷക പ്രതിനിധികളായ നേതാക്കളെ ആദ്യമായി എനിക്കൊരു അപേക്ഷയുള്ളത്, ഞാൻ ഒരു ദിവസം 4 സമരപരിപാടികളിൽ മിനിമം പങ്കെടുക്കുന്ന ഒരു ഗേറ്റാണെന്ന് വെച്ചാൽ പോലീസുകാരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കേരള ഹൈക്കോടതി കർശനമായി ചീഫ് സെക്രട്ടറിയെ ഉറപ്പിച്ചുകൊണ്ട് DGP ഹൈക്കോടതിയിൽ വിളിച്ചു വരുത്തി ഓരോ ദിവസവും പോലീസിനെ വാച്ച് ചെയ്യുന്നു. കേരള ഹൈക്കോടതി ഒരു ബോർഡ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടാൽ ഇവിടെ ഒരു മാർഗതടസ്സം ഉണ്ടായാൽ അതാ സമയങ്ങളിൽ ഹൈക്കോടതി നിരീക്ഷിച്ചുകൊണ്ടിരിക്കും എന്ന് പറയാൻ കാരണം, എല്ലാവരും സംയമനം പാലിച്ച് റോഡിൽ ഒരു ഇരുചക്ര വാഹനത്തിന് പോലും പോകാൻ തടസ്സം ഉണ്ടാകാത്ത തരത്തിൽ അത്യാവശ്യമായി റോഡിൽ നിന്ന് കയറി നിൽക്കണം. അത് പറയാൻ വേണ്ടിയാണ്. കാരണം അത് നമ്മളതിനകത്ത് അല്ലെങ്കിൽ വളരെ വളരെ ബുദ്ധിമുട്ട് തോന്നി. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഉണ്ടായ ചില സംഭവങ്ങൾ ചാനലിലൂടെയും ഒക്കെ മനസ്സിലായില്ല. അവിടെ 100%, കാരണം ഇത് 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ഉപവാസ സമരം. അപ്പം അതുകൊണ്ട് എല്ലാവരും ഇത് വിജയിപ്പിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് എത്തിച്ചേർന്നിരിക്കുന്ന ആളുകൾ അല്പപ്രയാസങ്ങൾ സഹിച്ച് റോഡിൽ അധികം കൂടി നിൽക്കാതെ നല്ല നമ്മളുടെ വിനോദം അതിന് അച്ചടക്കത്തോടുകൂടി പങ്കെടുക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. യഥാർത്ഥത്തിൽ കേരളത്തിന്റെ സമരം ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളുടെ ഈ രാജ്യമുണ്ടായത് വൻപിച്ച മുന്നേറ്റത്തിലൂടെ. ആ വൻപിച്ച മുന്നേറ്റം നടത്താൻ ഗാന്ധിജി ഇന്ത്യ എന്ന് പറയുന്ന ആശയം, ആ ഇന്ത്യ എന്ന് പറയുന്ന ആശയം ഇന്ത്യ എങ്ങനെയായിരിക്കണം, ഒന്നുമില്ലാത്തൊരു രാജ്യത്ത് ഇന്ത്യയിലെ ദരിദ്ര ജനകോടികളെ ഒന്നിപ്പിച്ചു നിർത്തി ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ആശയം നമ്മുടെ രാജ്യത്തുണ്ടായി. 75 വർഷം നമ്മുടെ ആശയം അതിശക്തമായി ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ രാജ്യം മുമ്പോട്ട് പോവുകയാണ്. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.